ഡൊണാൾഡ് ട്രംപ് മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങളെ ന്യായീകരിച്ച ഡോജ് മേധാവി ഇലോൺ മസ്ക് ഇന്ന് വരും. അമേരിക്കയിലേക്ക് $1 ട്രില്യൺ ലാഭിക്കാൻ അമേരിക്കയ്ക്ക് ഈ നടപടികളിലൂടെ കഴിയുമെന്നാണ് മസ്ക് പറയുന്നത്. കുറേ ആൾക്കാരുടെ പണി പോകും എന്നത് പുള്ളി പറയുന്നില്ല. $50 ലക്ഷം നൽകുന്ന കുടിയേറ്റക്കാർക്ക് ഗോൾഡ് കാർഡ് നൽകാനുള്ള പദ്ധതിയും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ പൗരത്വം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ $50 ലക്ഷം അമേരിക്കൻ കയ്യിലാക്കിയാൽ മതി. കൂടുതൽ വിവരങ്ങൾ അമേരിക്കയിൽ താമസിക്കുന്ന പൗരൻ മധു കൊട്ടാരക്കര പറയും. ഗുഡ് മോർണിംഗ് മധു. അമേരിക്കയിലേക്ക് കൊട്ടാരക്കരക്കാർ ഒരുപാട് ചേക്കേറുമോ? 50 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കും എസ്കേൻ. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗമാണ് ഇന്ന് നടന്നത്. ഈ യോഗത്തിൽ നിറഞ്ഞു നിന്നത് ശതകോടീശ്വരൻ എലോൺ മസ്ക് ആയിരുന്നു. ആദ്യം സംസാരിക്കുവാനും ഡൊണാൾഡ് ട്രംപ് മസ്കിനെ അനുവദിക്കുകയും ചെയ്തു. ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുവാനുള്ള തന്റെ നേതൃത്വത്തിലുള്ള ഭരണകാര്യക്ഷമതാ വകുപ്പിന്റെ നീക്കങ്ങളെയൊക്കെ ന്യായീകരിച്ച് ഈ ഡോജ് മേധാവി എലോൺ മസ്ക് ഈ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു. നിലവിൽ അമേരിക്കയിലെ പണ ദൗർലഭ്യമൊക്കെ കുറയ്ക്കുവാൻ ഡോജിന്റെ നടപടികൾ ആവശ്യമാണെന്നാണ് മസ്ക് വാദിച്ചത്. അമേരിക്കയ്ക്ക് $1 ട്രില്യൺ ഇത്തരത്തിൽ ലാഭിക്കുവാൻ ഈ നടപടികളിലൂടെ തനിക്ക് കഴിയുമെന്നും മസ്ക് പറഞ്ഞു. ദേശീയ കടത്തിന്റെ പലിശ ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന്റെ ചെലവിനേക്കാൾ കൂടുതലാണ്. അതേസമയം ഈ അമേരിക്കയുടെ വിദേശ നയങ്ങളെപ്പറ്റി കാര്യമായിട്ട് തന്നെ വിശദീകരിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ എത്തുമെന്ന് ഈ യോഗത്തിൽ ട്രംപ് അറിയിക്കുകയും ചെയ്തു. യുക്രൈന്റെ ഈ അപൂർവ ധാതു സമ്പത്തിന്റെ അമേരിക്കയ്ക്ക് ഭാഗികമായി അവകാശം നൽകുന്ന കരാറിൽ വെള്ളിയാഴ്ച ഒപ്പിടുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. യുദ്ധസമയത്ത് യുക്രൈനുള്ള US സഹായത്തിനുള്ള തിരിച്ചടവായിട്ടാണ് ഈ ധാതു കരാറിനെ അദ്ദേഹം ഈ യോഗത്തിൽ വിശേഷിപ്പിച്ചത്. കരാറിന്റെ ഭാഗമായി അമേരിക്ക ഭാവിയിൽ സുരക്ഷാ ഗ്യാരണ്ടികൾ ഒന്നും യുക്രൈന് നൽകില്ലെന്നും പറഞ്ഞു. യൂറോപ്പിനേക്കാൾ കൂടുതൽ സഹായം ഇതിനോടകം യുക്രൈന് അമേരിക്ക നൽകിയിട്ടുണ്ട്. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ അത് എന്താണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ എസ്കേൻ പറഞ്ഞതുപോലെ $50 ലക്ഷം നിക്ഷേപിച്ചാൽ പെർമനന്റ് റെസിഡൻസ്ഷിപ്പിലൂടെ കുടിയേറ്റക്കാർക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്ന ഈ ഗോൾഡ് കാർഡ് നൽകുവാനുള്ള തന്റെ പദ്ധതി ഈ യോഗത്തിൽ ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചു. ഈ 65 മിനിറ്റ് നീണ്ടുനിന്ന യോഗത്തിൽ ട്രംപ് വിശദമായി വിദേശ ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു. എസ്കേൻ. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. $50 ലക്ഷം അമേരിക്കൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും, വിസയൊക്കെ ലഭിക്കും, നിങ്ങൾ അമേരിക്കൻ പൗരനായി മാറും. നിങ്ങൾക്ക് അവിടെ ബിസിനസ് തുടങ്ങാം. ഒരു അമേരിക്കൻ പൗരന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യമുണ്ട് അതൊക്കെ അവിടെ ചെയ്യാം.